ഇന്ന് ഞാൻ ഈ ഒരു ചിത്രം വരയ്ക്കാനുള്ള ശ്രമത്തിലാട്ടോ. ഇതൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ്. ഞാൻ ബേസിക്കലി ഇത് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. നമുക്ക് ഇഷ്ടങ്ങളെല്ലാം ട്രൈ ചെയ്യാനുള്ളതാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഞാൻ മുഴുവനായിട്ട് വരയ്ക്കുന്ന വീഡിയോയും ഇട്ടിട്ടില്ല. കാരണം വെറുതെ അറിയാത്തൊരു കാര്യം ഇങ്ങനെ ബോറടിപ്പിക്കേണ്ട ഇതില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാനിത് വരയ്ക്കുന്ന പെൻസിൽ കളർ യൂസ് ചെയ്തിട്ടാട്ടോ. പെയിൻറ്റിങ് സാധാരണ പെയിൻറ്റിങ്ങിലാണ് എല്ലാവരും ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് എന്തോ പെൻസിലിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് ബേസിക്കലി ഇത് കാണുന്ന ആരെങ്കിലും, ഇത് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതാട്ടോ ഫൈനലി ഞാൻ ഫുൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറിങ് ആണുള്ളത്. അപ്പം ഞാനിത് കളർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തു വെച്ചതാണ്. അപ്പോഴാണ് ഋഷിക്കുട്ടന് അവൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്നത് എല്ലാവരെയും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ വന്നത്. അപ്പം ഞാൻ ചെറിയ മോനല്ലേ, അവൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അപ്പം ഇതാണ് മൂപ്പര പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഈ ടേബിളും ക്യാമറയും എല്ലാം ഫ്രീ ആയി കിട്ടിയാലേ എനിക്ക് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പർക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മൂപ്പർ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് കൊടുത്തു പോയതാണ് ഇതൊക്കെ. ഋഷിക്കുട്ടൻ്റെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വേണം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. മൂപ്പർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ട്, അമ്മേ ഞാൻ കളർ ചെയ്യുന്ന വീഡിയോ ഒന്ന് ഫോട്ടോ എടുക്കണേ, അത് കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ ഇടയ്ക്കുള്ള സംഭവമല്ലേ, അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കിടന്നോട്ടെ. പിന്നെ ഞാൻ ഋഷിക്കുട്ടനെ ഒന്ന് സൈഡാക്കിയിട്ട് വീണ്ടും പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനതൊരു 3 ദിവസം കൊണ്ടാണ് തോന്നുന്നു കംപ്ലീറ്റ് ചെയ്തത്. ഒരു ദിവസം വരച്ചു, പിറ്റേ ദിവസം 2 ദിവസമായിട്ടാണെന്ന് തോന്നുന്നു കളറിങ് ഫിനിഷ് ചെയ്തത്. ഇങ്ങനെ ഇവരെ ഇതിൻ്റെ ഗ്യാപ്പും കിട്ടണമല്ലോ. ചിലപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ എടുത്ത് വെക്കുമ്പോഴായിരിക്കും അവനൊരു മൂഡ് വരിക, അപ്പം ഞാൻ അത് അവനും കൊടുത്തിട്ട് പോലാണ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഫിനിഷ് ചെയ്തത്. ഞാൻ വീഡിയോ പിന്നെ ടൈം ലാപ്സിലാണ് എടുത്തത്, വെറുതെ പിന്നെ ബോറടിപ്പിക്കണ്ടല്ലോ. ഇതിങ്ങനെ കണ്ടിട്ട് ഇത് തന്നെ ചിലപ്പോൾ ബോറായിരിക്കും, കുറേ നേരം ഇങ്ങനെ കണ്ടിരിക്കാൻ ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാനിത് എൻ്റെ ഒരു ഇഷ്ടം, ഒരു ഹോബി എന്നുള്ള രീതിയിൽ എടുക്കുന്നതാണ് കേട്ടോ.
ഇപ്പോൾ അതായത് ഏകദേശമൊക്കെ ആകാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ വോയിസ് ഒക്കെ ഒഴിവാക്കിയതാണ് വെറുതെ. ഞാനിങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഞാൻ അപ്സരേൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഞാൻ ഈ ബ്ലാക്ക് എടുത്തിട്ട് ഹെയറും ടെക്സ്ചർ ചെയ്യാൻ നോക്കുമ്പോൾ അതെന്തോ ഒരു സ്മൂത്ത് അല്ലാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് വേറൊരു പെൻസിൽ ഉണ്ടായിരുന്നു, മാക്രോൺ എന്തോ പറഞ്ഞിട്ട്, ബ്രാൻഡാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതെടുത്തിട്ടാണ് പിന്നെ ഞാൻ ഇത് കൊടുത്തത്. അപ്പോഴാണ് അതിനൊരു സ്മൂത്ത്നെസ് കിട്ടിയത്. അത് കുറച്ചും കൂടി നല്ല കളറാണെന്ന് തോന്നി അന്നേരം. വേറെ എനിക്ക് അതിനെപ്പറ്റി ഇനി രണ്ടും രണ്ട് ടൈപ്പാണോ എന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ ഇതൊക്കെ ടൈം ലാപ്സിലാണ് ചെയ്യുന്നതെങ്കിലും ലാസ്റ്റ് നമ്മളെ കണ്ണ് തുറക്കുക എന്ന് പറയില്ലേ ചിത്രം, അപ്പം അതെന്നുള്ള രീതിയിൽ ലാസ്റ്റാണ് ഈ കൊടുക്കുന്നത്. അത് പക്ഷെ ഞാൻ മെല്ലെ ആട്ടോ ചെയ്തത്. അതിനെന്തോ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണ് ഞാനത് ആ വീഡിയോ ഞാൻ മെല്ലെ എടുത്തത്. ഇതിലെനിക്ക് കറക്റ്റ് ഷെയ്ഡിങ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. എല്ലാം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് കണ്ടിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രോയിങ് ഏകദേശം ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാട്ടോ ഫൈനൽ ലുക്ക്. അപ്പം ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ മിസ്റ്റേക്സ്, ഇതെന്താണ് എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം കണ്ടിട്ട് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഇങ്ങനെയാട്ടോ ഞാൻ ഫൈനലി അത് ഫിനിഷ് ചെയ്തപ്പോൾ ലുക്ക്. അപ്പം താങ്ക് യു. Thanks for watching Savani's Tiny World. Visit again soon!